ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂലേക്ക് സ്വാഗതം. അങ്ങനെ അനീനെ ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ട് ആദർശും നയനയും കൂടി ഒരു പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ആ സമയത്താണെങ്കിൽ ASI ചോദിക്കുകയാണ് ആദർശിനോട്, സാറിൻ്റെ അനിയനല്ലേ ഇവൻ? അപ്പോൾ ആദർശ്, അതെ സാറിൻ്റെ ഈ അനിയൻ മാഡത്തിന് തലവേദന ആയിരിക്കുക, മാഡത്തിന് മാത്രമല്ല ഞങ്ങൾക്കും ഭയങ്കര തലവേദന ആയിരിക്കുകയാണെന്ന് പറയുകയാണ്. പിന്നീട് ആദർശും നയനയും കൂടിയിട്ട് അനിക്ക് ജാമ്യമൊക്കെ എടുത്തിട്ട് അനന്തപുരിയിലേക്ക് കൊണ്ടുവരികയാണ്. ആ സമയത്താണെങ്കിൽ ദേവേനയാണെങ്കിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് അനിയുടെ കോളറിന് കയറി പിടിച്ചിട്ട് പറയണേ, എന്താടാ നീ കാണിച്ചിരിക്കണത്? നമ്മുടെ കുടുംബത്തിൽ ആർക്കും ഈ ഒരു സ്വഭാവം ഇല്ലല്ലോ. നിൻ്റെ മുത്തശ്ശിക്കും മുത്തശ്ശിനും ഒക്കെ ഇങ്ങനെ ഒരു സ്വഭാവം നിനക്ക് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് സഹിക്കാൻ പറ്റുമോളാന്ന് ചോദിക്കുകയാണ്. ഈ സമയം അനാമികയാണെങ്കിൽ പറയണത്, അനിയുടെ വല്യമ്മ കൂടെ ഉണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസമായിരുന്നു എനിക്ക് ഇതുവരെ, ഇപ്പോൾ അതും ഇല്ലാതായി എന്ന് പറയാൻ കേട്ടോ. ഈ സമയമാണെങ്കിൽ ദേവേനയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നയനോട് പറയാണ്, മോളെ ഇവൻ എന്തായാലും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല, മോള് നന്ദുവിനോട് പറയണം, നന്ദുവിൻ്റെ മനസ്സ് മാറരുതെന്ന് പറയണം മോളെന്ന് പറയണം. അത് കേൾക്കുമ്പോഴാണെങ്കിൽ നയന പറയുകയാണ്, അമ്മേ ഞാൻ വീട്ടിൽ പോകുമ്പോഴൊക്കെ ഞാൻ നന്ദുവിനോട് ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യം പറയുന്നുണ്ട്, പക്ഷേ അനി ഇങ്ങനെ പിന്തുടർന്ന് ശല്യം ചെയ്ത് കഴിഞ്ഞാൽ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയുകയാണ് നയന. പിന്നീടാണ് കാണിക്കുന്നത് നമ്മുടെ നന്ദു ആണെങ്കിൽ ആകെ മൊത്തം സങ്കടമായിട്ട് ആ സീറ്റിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ. പാവം നന്ദുവിന് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ.